സമ്മർ സ്റ്റാർട്ട് ചെയ്താലും പെട്ടെന്ന് വീട്ടിൽ വിരുന്നാർ വന്നാലും നാരങ്ങ വെള്ളം മസ്റ്റാണ്. നമ്മളത് ഇത്തിരി കളർഫുള്ളായിട്ട് വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന് നമുക്കിവിടെ നോക്കിയാലോ. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 4 കളറാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഓറഞ്ച് കളറിന് നമുക്ക് ക്യാരറ്റ് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നീര് വലിയാത്ത ക്യാരറ്റ് തന്നെ എടുക്കണം. ഒരെണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ച് 1/2 ഗ്ലാസ് ആക്കി എടുക്കണം. 1 സ്പൂൺ ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ആ ക്യാരറ്റിൻ്റെ റോ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 പിഞ്ച് ഏലക്കായ പൊടിച്ചതും ഞാൻ ആഡ് ചെയ്യുവാണ്. നല്ലോണം ഒന്ന് വറ്റിച്ച് എടുക്കണം. അത് നല്ലോണം വറ്റിച്ച് 1/2 ഗ്ലാസ്സിനും കുറവെടുക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഐസ് ഉണ്ടാക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം വറ്റിയതാ ഈ ഒരു കളറിൽ കിട്ടണം. നമുക്കിനി ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഫിൽറ്റർ ചെയ്യാം. അതൊന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് ബീട്രൂട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സെയിം പ്രോസസ്സ് ആയാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. ഇത് ഒരുപാട് വറ്റിപ്പോണമെന്നില്ല, കാരണം ബീട്രൂട്ടിന് നല്ല കളറുണ്ട്, പെട്ടെന്ന് നമുക്ക് കളർ കിട്ടും. എന്നാലും നമുക്കൊന്ന് പകുതി ഒന്ന് വറ്റിച്ചെടുക്കാം. ബീട്രൂട്ടിലേക്ക് എക്സ്ട്രാ ഒരു സിന്നമൺ സ്റ്റിക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ബീട്രൂട്ടിൻ്റെ ഒരു മട്ടിക്കുന്ന സ്മെല്ലൊന്ന് മാറിക്കിട്ടാനാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. മൂന്നാമത്തെ കളറിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ്റ്റൻ്റെ റെഡിമെയ്ഡ് ഹിബിസ്കസ് ടീ ബാഗാണ്. ഇതെല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മളൊരു പിടി ചെമ്പരത്തിപ്പൂ ഒരു 10 എണ്ണം എടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ സെയിം കളർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ടീ ബാഗിലേക്ക് 1 പിഞ്ച് ഏലൈച്ചി പൗഡറും 1 സ്പൂൺ ഷുഗറും ഇട്ടിട്ട് ഒരു 3/4 ഗ്ലാസോളം ചൂടുവെള്ളം ഞാനതിലേക്ക് ഒഴിക്കുകയാണ്. അതൊന്ന് ഡിപ്പ് ചെയ്ത് നല്ല കളറ് വന്നതിന് ശേഷം തണുക്കാൻ വെക്കുക കേട്ടോ. നാലാമത്തെ കളറിനായിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ഷുഗർ ഉള്ളതിൻ്റെ പേരിലും പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ നല്ല ഫ്ലേവേഴ്സ് നല്ല സ്മെല്ലുള്ളതിൻ്റെ പേരിലും ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പാഷൻ ഫ്രൂട്ടിലേക്ക് 1/2 ഗ്ലാസോളം തിളപ്പിച്ചാറ്റിയ വെള്ളം ആഡ് ചെയ്യുവാണ്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഐസ് ട്രേയിലേക്ക് മാറ്റാം. പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സും ഹിബിസ്കസ് ടീ ഞാൻ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇലയിച്ചി ഒന്ന് മാറ്റിയിട്ടുണ്ട്. രണ്ടും ഞാൻ ട്രേയിലേക്ക് ഒഴിക്കുവാണ്. നമുക്ക് ഇത് രണ്ടും സെറ്റ് ആവാൻ ഫ്രീസറിലേക്ക് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ചൂട് പോയിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്, കാരണം അതിന് ക്രിസ്റ്റൽ ക്ലിയർ ഐസ് ക്യൂബ്സിന് കിട്ടില്ല. രണ്ടും നമുക്ക് വേറെ ട്രേയിൽ ഒഴിച്ച് സെറ്റ് ആവാൻ ഫ്രീസറിൽ വെക്കാം. നമുക്കിനി ഒരു 5 ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ഏലക്കായ ഞാൻ അതിലേക്ക് ഇടുവാണ്, മിക്സിയുടെ ജാറിലേക്ക് ഇടുവാണ്. ഇഞ്ചി ഞാൻ കഴുകി വെച്ചതാണ്, ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇടുവാണ്. ചെറുനാരങ്ങ നമുക്ക് സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം. അതിൻ്റെ കുരു കളയാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ആ നടുക്കത്തെ പോർഷൻ്റെ 2 സൈഡിലും മുറിക്കുക, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 3 ആക്കി മുറിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ വരുന്ന കുരു പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കുരു കാണാതെ ഇടയിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ വെള്ളത്തിന് കയ്പുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ ഗ്ലാസ്സിൻ്റെ പാകത്തിനാണ് വെള്ളം 5 ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായ ഷുഗർ ഞാൻ ആഡ് ചെയ്യുവാണ്. 5.5 സ്പൂണാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ജ്യൂസ് ആയതിനു ശേഷം ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്തു കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് ഫുള്ള് അരച്ചെടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ മിക്സ് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പാക്കറ്റ് ജ്യൂസും കാർബണേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് സ്റ്റോർ ചെയ്യണതിന് പകരം ഇതുപോലൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് 5 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടാവാതെ ഇരിക്കും കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള 3 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഐസ് ക്യൂബ്സിൽ ഓൾറെഡി ഷുഗർ ഉണ്ട്, അതിനനുസരിച്ച് ഈ ഷുഗർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായി. നമുക്ക് ഐസ് ക്യൂബ് കാണണ്ടേ? കണ്ടോ, ഞാൻ ഐസ് ക്യൂബ് ട്രേയിൽ നിന്നൊക്കെ മാറ്റി ഒരു സിപ്പ് ലോക്ക് പാക്കിലാക്കിയതിന് ശേഷം ഇതുപോലുള്ളൊരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറ്. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ സാധാരണ വെള്ളം ഐസ് ട്രെയിലിരിക്കുന്ന പോലെയല്ല, ഇതിനൊരു വേറൊരു സ്മെല്ല് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു സിപ്പ് ലോക്ക് പാക്കറ്റിൽ വെച്ചതിന് ശേഷം ഇതുപോലെ ലോക്ക് ചെയ്ത് വെക്കണം. ആവശ്യാനുസരണം ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഐസ് ക്യൂബ്സും അതിലേക്ക് ഇടുകയാണ്. ഒരെണ്ണത്തിൽ മാത്രം ഐസൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. നാരങ്ങ വെള്ളം അതിലേക്ക് ഒഴിക്കുവാണ്. ഓരോന്നിലേക്കും സെയിം നാരങ്ങ വെള്ളമാണ് ഒഴിക്കുന്നത്, പക്ഷെ അതിൻ്റെ കളറ് മാറുന്നത് കണ്ടോ. ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് മാറി ഇനി ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റ് ആവുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. നല്ല ലെമണേഡ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടാകും. പക്ഷെ നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പോരാതെ ബേസിൽ സീഡ്സ്, ചിയാ സീഡ്, മിൻറ്റ് ലീവ്സ് അത് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങളത് ട്രൈ ചെയ്യണമെന്നും അതിൻ്റെ ഫോട്ടോ എനിക്ക് അയക്കണമെന്നും ഞാൻ എപ്പോഴും പറയലുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യം ഞാൻ അങ്ങനെ പറയില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കാനേ ഞാനും പറയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഞാൻ മുന്നേ ചെയ്തു വെച്ചിരുന്നതാണ്. 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ താങ്ക് യു എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഹചര്യം ഇങ്ങനെ അതിൻ്റെ പേരിൽ ചെയ്തില്ല. നോ വറീസ്. പിന്നീട് നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ഓർത്ത് വെച്ച് എനിക്കൊരു ഫോട്ടോ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സേഫ് ആയിട്ടിരിക്കുക.